ഇങ്ങനൊരു ആദരം കൊടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്താ? കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബസ്സുകാരുടെ പരാതികളാണ് നമ്മുടെ ഇടയിൽ വരാറായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനൊരു വാർത്ത ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾ റോഡ് സേഫ്റ്റി മന്തായിട്ട് ആചരിക്കുകയാണ്. കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലുടനീളം ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. റാലികളായാലും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ആ ഒരു ഇടയിലാണ് ഈ ഒരു വാർത്ത നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ കോഴിക്കോടാന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇതിലെ നമ്പറിൽ റിപ്പോർട്ടറെ വിളിച്ച് ഷിനോജിനെ നമ്പർ മേടിച്ചിരുന്നു. ഷിനോജിനെ വിളിച്ച് അന്ന് തന്നെ ആ സമയത്ത് തന്നെ അഭിനന്ദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം ഈ ഡ്രൈവിങ്ങിനെ ഒരു ഇഷ്ടത്തോടെ കാണുന്ന ഒരാളാണ്. ഇതിൻ്റെ ഒരു സമയോചിതമായ ഇടപെടൽ അതുകൊണ്ടാണ് അത് ഉണ്ടായത്. ബസ് പോലുള്ള വലിയ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിനോജ് വാഹനം ഓടിച്ചത് ഈ കുട്ടിയെ കണ്ട് ചവിട്ടി നിർത്തുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് സാധിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹം അത് ബ്രേക്ക് ചവിട്ടി ഒരു സൈഡിലോട്ട് നിർത്തി അവിടെ നിന്ന് ഇറങ്ങി ഇവരായിട്ട് ഈ മാതാപിതാക്കളോട് സംസാരിച്ചു. അതിനുശേഷം ഇദ്ദേഹം ആ മനസാന്നിധ്യം കൈവിടാതെ ഈ വാഹനത്തിലുള്ള യാത്രക്കാരായിട്ട് അവിടെ ബസ് സ്റ്റാൻഡിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം ആ സർവീസ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ജോലിയുടെ ഭാഗമാണ് ചെയ്തതാണ് എങ്കിൽ പോലും ആ പ്രവൃത്തി ആദരിക്കുന്നത് എന്താ തോന്നുന്നത്? എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഒരു ഇതാവണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതല്ല. നമ്മൾ ദൈവത്തിൻ്റെ ഒരു കഴിവ് കൊണ്ട് അത് രക്ഷപ്പെട്ടു. അതിങ്ങനെ എല്ലാവരും നാട്ടിൽ ഫുള്ള് അറിഞ്ഞു, വൈറലായി. ഇങ്ങനെ ആദരവും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. മറിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ പഴി കേൾക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു